2018 ശബരിമല യുവതീ പ്രവേശ വിഷയത്തോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ അവിടുന്ന് ഇങ്ങോട്ട് ഇന്ന് വരെ ശബരിമലയും അയ്യപ്പനും നിറഞ്ഞു നിൽക്കുകയാണ്. 2024 ശേഷം ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാനനവാസനായ അയ്യപ്പനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പിണറായിക്ക് പ്രായശ്ചിത്തം വരെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അയ്യപ്പന്റെ കാഠിന്യം എത്രത്തോളമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറം ലോകം അറിഞ്ഞിരിക്കുന്നത്. ഈ കപടഭക്തിക്ക് പിന്നിൽ എന്താണ്? പിണറായി വിജയനും സംഘവും ഈ ഹിന്ദു ക്ഷേത്രങ്ങൾ അവിശ്വാസികളെ ഏൽപ്പിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇതെല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശബരിമലയുടെ പേരിൽ നടത്തുന്ന കോലാഹലങ്ങൾ, സർക്കാർ ഖജനാവിൽ നിന്ന് കോടികൾ മുടക്കി അയ്യപ്പ സംഗമം നടത്തി, യഥാർത്ഥ ഭക്തർ ഒരു ചെലവുമില്ലാതെ അയ്യപ്പൻ കളിച്ചു വളർന്ന നാട്ടിൽ ലക്ഷക്കണക്കിന് പേരുടെ സാന്നിധ്യത്തിൽ അയ്യപ്പ സംഗമം നടത്തി. ഇതെല്ലാം കേന്ദ്രം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിശ്വാസികളായിട്ടുള്ള സർക്കാരും ഭരണകൂടവും ഇത്തരത്തിൽ ഈ ഹിന്ദുത്വത്തെ നശിപ്പിക്കാനായിട്ട് ക്ഷേത്രത്തെ തന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ധർമ്മസ്ഥലയിൽ നമ്മൾ കണ്ടത് അതാണ്. ഇപ്പോൾ കേരളത്തിലെ അവിശ്വാസികളായിട്ടുള്ള CPM-കാര് അവരുടെ മേലുള്ള ആ നിയന്ത്രണമാണ് അവിടെ നടത്തുന്നത്. അവിശ്വാസികളെ കൊണ്ടുവന്ന് ഭരണസാരഥ്യം ഏൽപ്പിച്ചുകൊണ്ട് ശബരിമലയെ തകർക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ നടക്കുന്ന ചർച്ചയൊക്കെ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് അടുത്ത മാസം തന്നെ രാഷ്ട്രപതി ശബരിമല സന്ദർശിക്കുന്നുണ്ട്. ആദ്യം ശബരിമലയിലെ ദർശനം നടത്തിയ രാഷ്ട്രപതി VV ഗിരിയാണ്. VV ഗിരിക്ക് ശേഷം VV ഗിരി കേരള ഗവർണറായിരുന്ന സമയത്തും പലതവണ ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുണ്ട്. VV ഗിരിക്ക് ശേഷം ശബരിമല ദർശനം നടത്തുന്ന രാഷ്ട്രപതിയാകാൻ പോവുകയാണ് ഇപ്പോഴത്തെ ദ്രൗപദി മുർമു. അപ്പോൾ എന്തായാലും അതിന് വലിയ വാർത്താ പ്രാധാന്യവും ഉണ്ടാകും. അതിന് പിന്നാലെ നരേന്ദ്രമോദിയും ഒരുപക്ഷെ ശബരിമല ദർശനത്തിന് തയ്യാറെടുക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് ശബരിമല ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളതും ഇതിന്റെ പിന്നിലുണ്ട്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന നാൾ മുതൽ പ്രധാനമായിട്ട് എടുത്തു പറയുന്നതാണ് ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റണം എന്നുള്ളത്. ഇതിന് സംസ്ഥാന സർക്കാർ വലിയ തിടുക്കം കാണിക്കാറില്ല, വലിയൊരു ആഭിമുഖ്യവും കാണിക്കാറില്ല. ഒരുപക്ഷെ ശബരിമല തങ്ങളുടെ കയ്യിൽ നിന്ന് കൈവിടുമോ എന്നുള്ള ഒരു കണക്കുകൂട്ടലുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, സംസ്ഥാന സർക്കാരിന് ഒരു വർഷം ഏതാണ്ട് 1500 കോടി രൂപ ഖജനാവിലേക്ക് വരുന്നുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു 300-350 കോടി രൂപ കിട്ടുന്നുണ്ട്. കേരളത്തിന്റെ വിപണി കോടിക്കണക്കിന് രൂപയിലൂടെ ഇളകി മറിയുകയാണ് ചെയ്യുന്നത്. ഒരു ഭക്തൻ മല കയറി ഇറങ്ങി വരുമ്പോൾ 200 രൂപയാണ് ഖജനാവിലേക്ക് പോകുന്നത്. അങ്ങനെ സംസ്ഥാന സർക്കാരിനുണ്ടാകുന്ന നേട്ടം വലുതാണ്. ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ശബരിമലയെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് പല കാര്യങ്ങളും കൈവിടും എന്നുള്ളതുണ്ട്. ഒരുപക്ഷെ കേന്ദ്ര ദേവസ്വം വകുപ്പ് തന്നെ രൂപീകരിക്കും എന്നാണ് അറിയുന്നത്. കാരണം ഇത്തരത്തില് ഈ ഹിന്ദുത്വത്തെ തീർക്കുന്നതിന് വേണ്ടി ഹിന്ദുക്കളുടെ വിശ്വാസികളായിട്ടുള്ളവരുടെ ആരാധനാലയങ്ങൾ തകർക്കുക എന്നുള്ളത് അവർക്കൊരു പ്രത്യേക ലക്ഷ്യം തന്നെയുണ്ട്. അതുകൊണ്ട് ക്ഷേത്രങ്ങൾക്ക് പ്രത്യേക നിയമം കൊണ്ടുവരും എന്ന് കേന്ദ്ര സർക്കാർ തന്നെ ധരിപ്പിച്ചിരിക്കുകയാണ്. ഈ വിവരങ്ങളുടെ ഒരു സൂചന നമുക്ക് നൽകിയിരിക്കുന്നത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി ഇത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളുടെ മേൽ, ആരാധനാലയങ്ങളുടെ മേൽ ഭരണകൂടം കൈവയ്ക്കുന്നതിനെ പറ്റി. ഇപ്പോൾ സുരേഷ് ഗോപി തൃശൂർ MP ആണ്, കേന്ദ്ര സഹമന്ത്രിയുമാണ്.
ഈ വിവരം കേന്ദ്രത്തെ ധരിപ്പിക്കുക എന്നുള്ളത് സുരേഷ് ഗോപിക്ക് പ്രയാസമുള്ള കാര്യമല്ല. ഇത് ധരിപ്പിച്ചു കഴിഞ്ഞാൽ സ്വത്തര നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകും. ശബരിമലയുടെ കാര്യത്തിൽ ശാശ്വതമായ ഒരു പരിഹാരവും ഉണ്ടാകും. ശബരിമല ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തുകൊണ്ടായിരിക്കും കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ തുടങ്ങുക. എന്തായാലും ശബരിമലയുടെ പേരിൽ ശബരിമലയെ പല തരത്തിലും തകർക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. യുവതീ പ്രവേശം നടത്തിയ പിണറായി വിജയനാണ് ഇപ്പോൾ പമ്പയിൽ വന്ന് അയ്യപ്പ സംഗമം നടത്തി താൻ വിശ്വാസിയാണെന്നും വിശ്വാസികളോടൊപ്പമാണ് നിൽക്കുന്നതെന്നും ശബരിമല എന്നുള്ളത് മലയാളക്കരയുടെ ആത്മീയ ഔന്നത്യമാണ് എന്നൊക്കെ വിളിച്ചു പറയുകയും അതിനുവേണ്ടി അത് തുടർന്ന് അങ്ങോട്ട് വിളിച്ചു കൂവിക്കൊണ്ടിരിക്കാനായിട്ട് വെള്ളാപ്പള്ളി നടേശനെ ഏൽപ്പിച്ചിരിക്കുകയും ചെയ്യുന്നത് ഇതിനു വേണ്ടി തന്നെയാണ്. ഇനി 2026 അധികാരത്തിലേക്ക് വന്നാൽ ഈ ഹിന്ദുത്വത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് പിണറായി വിജയൻ രംഗത്തിറങ്ങുകയും ശബരിമലയും അതുപോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ മേൽ ഒരു നീക്കവും നടത്തും. അതുകൊണ്ട് ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് പമ്പാ സംഗമത്തിൽ പങ്കെടുക്കാതിരുന്നതും മറിച്ച് പന്തളത്ത് നടന്ന അയ്യപ്പ സംഗമത്തിൽ പങ്കുചേർന്ന് ആ കരുത്ത് കാട്ടിയതും ഇതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സുരേഷ് ഗോപി ഇത് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. സുരേഷ് ഗോപിക്ക് അയ്യപ്പ സംഗമത്തിൽ ക്ഷണമുണ്ടായിരുന്നു, പക്ഷെ പങ്കെടുത്തില്ല. അതിന് പിന്നിൽ ഉള്ള പതിയിരിക്കുന്ന അപകടം സുരേഷ് ഗോപി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രത്തെ ധരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത മാസം രാഷ്ട്രപതി ശബരിമലയിലേക്ക് വരുന്നു എന്നുള്ളത് ഇവിടുത്തെ സർക്കാരിനെ അല്പം ഒരു നടുക്കത്തിലാക്കിയിട്ടുണ്ട്. കാരണം അത് കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കഴിയുമ്പോൾ പിന്നെ തീർത്ഥാടന കാലമാകും. തീർത്ഥാടന കാലത്ത് എന്തായാലും പ്രധാനമന്ത്രിയോ അത്തരത്തിൽ ഒരു VVIPകളുടെ ഒരു സന്ദർശനം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തീർത്ഥാടന കാലം കഴിയുമ്പോൾ 2026 നരേന്ദ്രമോദി ആദ്യം, അതായത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നരേന്ദ്രമോദി ശബരിമലയിൽ എത്താനുള്ള സാഹചര്യമാണ് കാണുന്നത്. അതോടുകൂടി ശബരിമല ഭക്തരുടെ ആ ആഗ്രഹത്തെ സംരക്ഷിച്ചുകൊണ്ടായിരിക്കും പോകാൻ തുടങ്ങുക. എന്തായാലും ശബരിമല എന്നുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികള് ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. പിണറായി വിജയൻ കാണിച്ച കപടഭക്തിയാണ് എന്നുള്ളത് കൃത്യമായി തെളിഞ്ഞിരിക്കുകയാണ്. ആ കപടഭക്തി അത് കപടഭക്തിയല്ല, യഥാർത്ഥ ഭക്തിയാണ്. പിണറായി വിജയൻ ഭക്തനാണ്, വിശ്വാസിയാണ് എന്ന് വെള്ളാപ്പള്ളിയെ കൊണ്ട് ആവർത്തിച്ച് വിളിച്ചു പറയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആവർത്തിച്ച് വിളിച്ചു പറയിപ്പിക്കുന്നതിന്റെ പിന്നിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇത് 2019 തെരഞ്ഞെടുപ്പിലും പിന്നീട് അത് കഴിഞ്ഞ് 2024 ഉണ്ടാക്കിയിരിക്കുന്ന തിരിച്ചടി ചെറുതല്ല എന്ന് പാർട്ടി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ BJPയിലേക്കും മറ്റും പോയ വോട്ട് തിരിച്ചു കൊണ്ടുവരണം, ഹൈന്ദവരെ മുഴുവൻ CPM-ലേക്ക് എത്തിക്കണം എന്നുള്ള തന്ത്രം തന്നെയാണ് പിണറായിയും വെള്ളാപ്പള്ളിയും കൂടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എന്തായാലും ശബരിമലയുടെ കാര്യത്തിൽ കേന്ദ്രം ഒരു കാര്യം തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തായാലും സംസ്ഥാന സർക്കാരിൽ നിന്ന് തന്നെ കൈവിടും എന്നുള്ളതും ഉറപ്പാണ്.